നമുക്കൊരു വേദഭാഗം വായിക്കാം. സങ്കീർത്തനം 23:5 വാക്യം. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ശത്രുക്കൾ കാണുക നീ പരാജയപ്പെട്ടു പോകത്തില്ല. ശത്രുക്കൾ കാണുക നിന്റെ തല കുനിയത്തില്ല. ശത്രുക്കളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് തന്നെ നിനക്ക് വേണ്ടി ശ്രേഷ്ഠമായത് ഒരുക്കുന്ന ദൈവം. നമ്മുടെ സാധാരണ പ്രാർത്ഥന എങ്ങനെയുള്ളതാണ്? എൻ്റെ ശത്രുക്കൾ നശിച്ചു പോകണം, എൻ്റെ ശത്രുക്കൾ ഇല്ലാതായിത്തീരണം, അങ്ങനെയൊക്കെയുള്ള പല നെഗറ്റീവ് പ്രാർത്ഥനകളാണ് നമുക്കുള്ളത്. പക്ഷെ ദൈവം അങ്ങനത്തെ ഒരു ദൈവം അല്ല. ദൈവം ശത്രുക്കളെ മുൻപിൽ നിർത്തിക്കൊണ്ട് തന്നെ മധുരപ്രതികാരം ചെയ്യുന്ന ദൈവമാണ്. എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ മുമ്പിൽ വെച്ച് തന്നെ നിന്നെ ഉയർത്തുന്ന ദൈവം. നിന്റെ ഉയർച്ച ശത്രുക്കൾ കാണും. ദാവീദിനെ എതിർത്തവരൊക്കെ ദാവീദിൻ്റെ തലമേൽ അഭിഷേകത്തിൻ്റെ എണ്ണ വീഴുന്നത് കണ്ടു. ദാവീദ് രാജാവായിട്ട് വാഴുന്നത് അവർ കണ്ടു. പുതിയ നിയമ വിശ്വാസിയെ, നിന്റെ മേൽ അഭിഷേകം വന്നു വീഴുന്നത്, നീ അഭിഷേകത്താൽ നിറയപ്പെടുന്നത് നിന്റെ പ്രാർത്ഥനാ മുറിയിലാണ്. നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുവാൻ സർവശക്തനായ ദൈവമത്രേ. അഭിഷേകം നിന്നെ മാറ്റും. നിന്റെ വ്യക്തിത്വത്തെ, നിന്റെ സംസാരത്തെ, നിന്റെ നടപ്പിനെ, നിന്റെ നോട്ടത്തെ അഭിഷേകം മാറ്റും. ഹല്ലേലൂയ. ദൈവത്തിന് അപ്രകാരം ഒരു പദ്ധതി താങ്കളെക്കുറിച്ചുണ്ട്. അവൻ അഭിഷേകം നിന്റെ ലജ്ജയെ മാറ്റും. അഭിഷേകം നിന്റെ ഭയത്തെ മാറ്റും. അഭിഷേകം നിന്റെ നിന്ദയെ മാറ്റും. അഭിഷേകം നിന്നെ ഉയർത്തും. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയൊക്കെ പരാജയപ്പെട്ടുവോ അവിടെയൊക്കെ വീണ്ടും ജയം തരുവാൻ ദൈവം സർവശക്തനാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, ആത്മാവിനെ നിറയുക. ദൈവം ചില പുതിയ നിയോഗങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കും. ചില പുതിയ ദർശനങ്ങൾ കാണും. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി വീണ്ടും ശോഭിക്കുവാൻ ദൈവത്തിൻ്റെ വചനം പറയുന്നു, പഴയതിനെ മറന്നു കളയുക, ഇതാ ഞാൻ സകലതും പുതിയതാക്കുന്നു. ചില പുതിയ തുടക്കങ്ങൾ, ചില പുതിയ ആരംഭങ്ങൾ. ആമേൻ. ദൈവം ചിലത് പുതിയത് ചെയ്യാണ്ടിപ്പോയി. ഗോഡ് ഈസ് ഗോയിങ് ടു ഡു സംതിങ് ന്യൂ, സംതിങ് എക്സ്ട്രാ ഓർഡിനറി. ദൈവം അസാധാരണമായി എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാണ്ടി പോകുന്നു. ഇത് വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. അഭിഷേകം നമ്മളെ ആള് മാറിയവനെ പോലെ ആക്കി തീർക്കും. ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.